കിളി നസറുദ്ദീൻ എന്നറിയും കേട്ടോ. ഇവിടെ വണ്ടി മനോഹരമായിട്ട് അതിമനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ബലൂണിൻ്റെ വർക്ക് കേട്ടോ. ഇത് നിസാർ പാർക്കൽ. എല്ലാ കാര്യങ്ങളും നേതൃത്വത്തിൽ വഹിക്കുന്ന നിസാർ പാർക്കൽ. ഇത് നമ്മളെ റിയാസ് പാർക്കൽ. 2 പാർക്കൽ ആളുകളാണ് പച്ചിയും പച്ചിട്ട് വന്നിക്കാണ്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കട്ടോ. നാളേക്കുള്ള നേർച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ബീഫും നെയ്ച്ചോറും. അവിടെ സുബൈർ ടീം ബലൂണ് വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊക്കെ ഉണ്ട്, സജീവായിട്ടുണ്ട്. അനീഫാക്കുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ 7 മണിക്കല്ലേ വരണ്ട്. 7 മണിക്ക് ഈ ഒരു ബസ് കൂടി അല്ല ഒരു വണ്ടി വീഡിയോ വരാനുള്ള അവിടെ അപ്പൊക്കെ ഓരോ ചെയ്യണ വർക്ക് കാണിച്ചു കൊടുക്കും. റിയാസാണ് ഫോൺ പറയില്ലേ നീലക്കൂലി പൊട്ടിന്ന് പോ അൻഷാദിനെ പട്ടണം. നമ്മളെ വാര്യത്തൊട്ടി അപ്പുവാണ് മൊത്തം കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. പരിപാടിക്ക് വേണ്ടിട്ട് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പുവാണ്. ഇവിടെ DK സുബൈറും DK ഇലക്ട്രിക്കൽസ് വളരെ പരസ്യം പറഞ്ഞു. നമ്മള് വ്ളോഗിൽ വരും പരസ്യം. വ്ളോഗാണ് വ്ളോഗാട്ടോ. ഇൻവേർട്ടർ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കണ്ടോ? അത് ഗീവ് കൊടുക്കണ്ടോ? നമ്മളെ 2 ചാനലായിട്ട്. അല്ലാ നമ്മുടെ കുഞ്ഞാനെ കൂട്ടിയില്ല. കുഞ്ഞാന് ഏത് വണ്ടിയില്? ഈ വണ്ടിയിലോ? സുബൈറിനൊക്കെയാണ് DK ഇലക്ട്രിക്കൽസ്. ഒരു കാര്യമില്ല. ഇതൊക്കെ തെളിവാണ്. ടിക്കറ്റിന് പൈസ തരണം. ടിക്കറ്റ് പൈസ തരണം അല്ലേ? ടിക്കറ്റിന് പൈസ തരണം. എന്താ കല്യാണത്തിന് വന്നിട്ട് ഒരു ഉള്ളു ആദ്യം കേക്ക് മുറിച്ച, പിന്നെ അലമാറ ഒന്നി കൊണ്ട, പിന്നെ ഫോട്ടോ എടുക്കാം. ഒന്നിനില്ല. നമ്മളെന്താ നമ്മള് സ്കൂളിലൊക്കെ അസംബ്ലിക്ക് പോയിരിക്കൂലേ? പോയിരിക്കൂലേ? അതില് മറ്റേ ടീച്ചർ ഇങ്ങനെ വിളിച്ചു വരുന്ന സമ്മാനത്തിന് അതേപോലെ ഇങ്ങനെ നോക്കിയിരിക്കാം. ഇത് ബഡായി ബംഗ്ലാവ് ആണോ? അലമാറ കിട്ടിയില്ല. രണ്ട് മുട്ട എടുത്തിക്കണ്. അതല്ല മുട്ട അവിടെ കൊടുത്ത് മാതൃകായ ആളാണ്. മുട്ട പപ്സ് മുട്ടക്ക് വേണ്ട. പിന്നെ മുട്ട പപ്സ് എടുത്തിക്കണ്. മുട്ട വേണ്ട. പൈസ പോലെ എടുക്കണം. മുട്ട പപ്സ് ആണെങ്കിൽ ഓനക്കേ മുട്ട വേണ്ടായിരുന്നു. വെജിറ്റബിൾസ് എടുത്താ പോരെ? വെജിറ്റബിൾസ് എടുത്തിക്കണല്ലോ. വെജിറ്റബിൾസ് എടുത്തിക്കണല്ലോ. അതല്ലേ ഇന്നൊരു മുട്ട പപ്സ് എടുത്ത് അതില് പറഞ്ഞ അച്ചാറ് ചെലവാണ്. അച്ചാറ് അവിടുന്ന് മറ്റേ ഇതൊക്കെ എടുത്തില്ലേ? ലഡു എടുത്തിട്ടില്ലേ? അച്ചാറ് ചെലവായതോട്ടല്ലേ? ഇത് ഇറക്കില്ലതാണ്. ടിക്കറ്റ് പൈസ കൊടുത്താ ആദ്യമൊക്കെ ഫുള്ള് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ കേട്ടോ. ഇതിവിടെ എല്ലാരും ഡയലോഗ് അടിച്ചിരിക്കുമ്പോ അപ്പു നബിദിന പരിപാടിക്ക് ഫുള്ള് സജീവമായിട്ട് അപ്പുവാണ്. ഫുള്ള് ഓഫ് ഡ്രസ്സിങ് ശരിയല്ല. ജിമ്മിന് കോച്ചിങ്ങിന് വന്ന പോലെയായിരുന്നു. ഞാൻ വിചാരിച്ചു വേറെ കവറിൽ വേറെ എന്തെങ്കിലും ഉണ്ട് വേറെ കാര്യം. മറ്റുള്ള കലാക്കളെ പോലെ ടോനോ കാര്യം. ആടാ അത് ചിക്കൻ പൈസ അടിക്കാം. ഡ്രസ്സിങ് ട്രെയിനറാ. പക്ഷെ ഇതിന് അവർക്ക് ട്രെയിനിങ്ങിന് വന്നിക്കണ്. അതിന്റെ ആവശ്യം എന്താ? മനുഷ്യ മാലട്ടിക്കോട്ടെ. ഞാൻ വിചാരിച്ചു കുറിച്ച് വേറെ വെള്ള ഷർട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് ലോക്കൽ ഡ്രസ് ഇട്ട് വന്നിട്ടാണ്.
ഒരു സ്പോർട്സ് ഷൂ ഉണ്ട് പിന്നെന്താണ് ടീഷർട്ട് കടിക്കാം അടുത്തൊരു വേദിയിൽ അലമാര ഉണ്ട് അത് കഴിഞ്ഞപ്പോ അടുത്തൊരു വേദിയിൽ കേക്ക് കട്ടിങ് അങ്ങനെ കല്യാണം കഴിക്കാം ഇങ്ങോട്ട് വായ വേദിക്കാറ് വിളി കൂട്ടി അതല്ലേ പെണ്ണ് എന്തൊക്കെ പെണ്ണിങ്ങനെ ആ വീഡിയോ ഉണ്ട് എടുത്ത് പിന്നെ മറിച്ചിടലുണ്ടായിരുന്നു കണ്ടോ ഷാജു ആ മറിച്ചിടല് അത് ഓന്റെ ഒരു വീഡിയോയിലില്ല കാട്ടുന്ന വീഡിയോ എടുത്ത് വീഡിയോയിലില്ലല്ലോ എടുത്തില്ലേ പക്ഷെ പെണ്ണിന്റെ ഒറ്റക്കുള്ള വീഡിയോയില് വീഡിയോ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് അണ്ടിയിലല്ല മറ്റോ എടുത്തിട്ട് വീഡിയോ കഴിക്കൂലേ ഇങ്ങനെ ഒരു ചെക്ക് ഇഷ്ടമല്ല ആരാപ്പ ഉളപ്പേ ഉളപ്പായിരുന്നോ കാരണം അതല്ലേ വ്ലോഗ് എടുത്തിട്ട് മുണ്ടാവർക്കിട്ടോ മുണ്ടിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചറിഞ്ഞു ഷാജിന്റെ വണ്ടി ഞങ്ങൾ കല്യാണത്തിന് നമുക്ക് അലങ്കരിക്കാൻ കിട്ടിയില്ല അപ്പൊ അലങ്കാരം സങ്കടം എനിക്ക് പെണ്ണുങ്ങളെ പെരക്കാർ കണ്ടു അത് പറഞ്ഞിട്ട് വീട്ടിലെ അമ്മൂസിനെ മൈമാനെ എന്റെ അടുത്തൊക്കെ വരും അതിന് ഞാൻ അൻ്റെ മോൻ്റെതൊന്നും നോക്കൂല ചേട്ടാ നല്ല വില പൊടിപ്പുള്ള മാല ഇട്ടത് 2 റുപ്യാണ് അന്റെ വണ്ടി അവിടെ ഇവന്റെ വണ്ടി കണ്ടുക്കണോ കാണാൻ കിട്ടൂല ഓടിക്കാനറിയില്ല വണ്ടി ആരാ വണ്ടി ഷാജുവിന്റെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല ഞാനേ ഇപ്പൊ എന്റെ അമ്മോന്റെ മോനക്ക് പിന്നെ ഈ കീയുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി അന്ന് ഞാൻ ആ വണ്ടി ഒന്ന് കണ്ടു അല്ലാതെ ഓന്റെ അന്റെ കീന്റെ വണ്ടി ഏതാ കളറടാ വെള്ളേ ഇങ്ങോട്ട് നോക്ക് പിന്നെ അപ്പൊ പണികള് കഴിഞ്ഞിട്ടോ കയ്യാറേക്കണോ ബലൂൺ ഒട്ടിക്കാണ് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ബലൂൺ ഒട്ടിക്കുന്നത് അടിപൊളിയായിട്ട് ഒട്ടിക്കുന്നുണ്ട് ബാക്കിലും സൗണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ സുബൈറാണ് ഇതിനൊക്കെ മെയിൻ എന്താ കണ്ടില്ലേ 100 വർക്ക് 0 ആണ് അത് അങ്ങോട്ട് കാണിച്ചു വേണ്ട ഓനെ കുറിച്ച് അത്ര നേരം ഇവിടെ ഇരുന്നില്ല ആരും വേറെ ആയാലും വന്ന് ഇരുന്നിക്കണല്ലേ നമ്മളെ നാട്ടിലെ അഭിമാനമായ അപ്പു അതുപോലെ റിയാസ് ഇവിടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സുബൈറിന്റെ ഐഡിയപരമായിട്ടുള്ള മാല കെട്ടില്ല കേട്ടോ പള്ളിപ്പടിയുടെ വാപ്പ റിയാസ് പാർക്കൽ പള്ളിപ്പടിയുടെ ഷാജുന്റെ വാപ്പ പറ ഇത് പാട്ടിട് അപ്പൊ രാത്രി പരിപാടി അവിടെ പാട്ട് പാടാ ഷോടെ കൊടുക്കണ്ടേ അതൊക്കെ വിളിച്ചു പറയണം നല്ല ടിക്കറ്റിന്റെ ഫ്ലൈറ്റിന്റെ പൈസ ടിക്കറ്റിന്റെ പൈസ അടിക്കാം ഞാൻ കൊടുത്തോണ്ട് ടിക്കറ്റിന്റെ പൈസ തൊണ്ട പറ്റുന്നു എന്തിന് ഫുഡ് കഴിക്കാൻ പോകാം എന്താ ഞങ്ങളവിടുത്തെ പരിപാടി കഴിഞ്ഞോ നമ്മളവിടുത്തെ പാക്കിങ് മണിക്കൂട്ടേട്ടന് പൊന്നേട്ടനെ ചെയ്യുന്നുണ്ട് നാളെ 10,000 ആൾക്കില്ല ഉണ്ടാക്കണ്ടല്ലേ 1000 ആൾക്കാർക്ക് എന്തിനാ 1000 ഉണ്ടാവും മദ്രസ കുട്ടികളൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചോ എല്ലാം കൂടി കൂട്ടി 1000 ആൾക്കാർ 700 ആൾക്കാർ റാലിക്കുണ്ട് 700 ആൾക്കാരുണ്ടോ റാലിക്കല്ലേ പിന്നെ ഒരു 100-300 മദ്രസ കുട്ടികൾക്കും കൊടുക്കണം 1000 പാക്ക് ആക്കിണ്ട് ആ കഴിഞ്ഞിട്ടില്ല അവിടെ മണിക്കൂട്ടേട്ടന് പായസം എവിടെയും കൊടുക്കണ്ടോ നാളെ പായസം പള്ളി പഠിക്കുന്നുണ്ട് പഠിക്കണ്ടോ മുജീബിന്റെ പായസം ഉണ്ട് തോന്നുന്നു ഇജ്ജ് ഗൾഫിൽ നിന്നല്ല എൻ്റെ എന്തെങ്കിലും ഉണ്ടോ സ്നേഹം മാത്രല്ലേ ഇത്ര വണ്ടിക്ക് മാല കെട്ടി നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നു വീഡിയോയിൽ തെളിവുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നബിദിനത്തിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. മാലകെട്ടലും പരിപാടികൾ ബലൂണൊക്കെ കെട്ടി ഉഷാറാക്കിക്കണു. അമ്മ മൊത്തം വണ്ടിയൊക്കെ ചൊറുക്കാക്കിയിട്ട് ഷായർ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിടാൻ പോവാണ്. ഇവിടെ കോട്ടി ഫാസില്
അമൂറ്, ഷായർ, അപ്പു, ഷാജു ഇവരൊക്കെയാണ് മാല കെട്ടാൻ കൂടിയിട്ട്. ഷാജു കെട്ടാൻ കൂടിച്ച. ഷാജു ഫുഡ് കഴിക്കാൻ പോവാ? വ്ളോഗിൽ പറയാം. ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പു വണ്ടി കൊണ്ട് ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ എത്താൻ കുറച്ച് നേരം വൈകിട്ടുണ്ട്. പക്ഷേ അപ്പു കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പു പഞ്ച്വാലിറ്റിയിൽ അടിപൊളിയാണ്. സാറൊക്കെ ഉഷാറായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൊപ്പി മാത്രം കിട്ടിയില്ല. തൊപ്പിണ്ടോ? ആ തൊപ്പിണ്ടില്ലേ? വീഡിയോ ഇതിലുള്ള നോക്കിയത് കാര്യം കേട്ടോ. അതാണ് യൂട്യൂബിൽ വരിക. ഭയങ്കര ദ്വയതാണ്. من الجنة والناس وحفظ علينا وعلى من نبينا من فيوضاتهم وبركاتهم يا رب العالمين. اللهم أعمدنا بمددهم واحمنا بإماتهم يا رب العالمين. اللهم اجعلنا في سلكهم يا رب العالمين. നമ്മുടെ ജാഥ എല്ലാവരും നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. പ്രത്യേക വളണ്ടിയർമാരാണ് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യം എല്ലാവരും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. പാണക്കാട്ടിൽ ഇബ്രാഹിം കാക്കയാണ് നമ്മുടെ പതാക ഉയർത്തുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിന് സാക്ഷിയാകാൻ വേണ്ടി നമ്മുടെ മദ്രസ അങ്കണത്തിലേക്ക് എത്തുക. അതിനുശേഷം ദഫ് പ്രോഗ്രാം, ഒരു ദഫിൻ്റെ ഒന്നാമത്തെ ഒരു കളി ഇൻഷാ അല്ലാഹ് പതാക ഗാനം എന്ന നിലയ്ക്ക് നമ്മുടെ പതാകയുടെ സമീപത്ത് വെച്ച് നടക്കും. അതിൻ്റെ ശേഷമാണ് നമ്മുടെ ജാഥ നിൽക്കേണ്ടത്. അപ്പോൾ പതാക ഉയർത്തിയതിൻ്റെ ശേഷം അവരുടെ പ്രോഗ്രാം ഉണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നിങ്ങനെ ക്ഷണിക്കുകയാണ്. ജൂനിയർ ദഫുകാർ പതാക ഗാനം നിർവഹിക്കാൻ വേണ്ടി അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ ദഫ് കളിക്കാൻ വേണ്ടി ചെറിയൊരു സൗകര്യം ചെയ്തു കൊടുക്കണം.
അപ്പൊ ജാഥ തുടങ്ങിക്കോട്ടോ, ജാഥ സ്റ്റാർട്ട് ആയിക്കണോ. നമ്മളെ ഗ്യാങ് ഇതാട്ടോ, നമ്മൾ ഇവരെ കൂടെ പോകണം. റാഷിന്റെ പോക്കറ്റിലുള്ള മുട്ടയുടെ ഗ്യാപ്പ് വേറെ എന്തെങ്കിലും. അവിടെ കവർ എടുത്തുക്കണോ സെപ്പോനെ? കവർ എടുത്തുക്കണോ? അരയിലിട്ടില്ലേ? അല്ലാ, ഉള്ളിലിട്ടില്ലേ? എന്താ വേണ്ടു? കവർ എടുത്തുക്കണോ മുട്ടയിലാന്? ഇതാണ് നമ്മളെ നാട്ടിലത്തെ മെയിൻ കാര്യങ്ങൾ നടത്തുന്ന സാർ കേട്ടോ. മൊത്തം മദർസിന്റെ ഫുള്ള് കാര്യങ്ങൾ അവനാണ്. പിന്നെ റഫീഖ് ഉണ്ട് ഇവിടെ. റഫീഖെ സെറ്റല്ലേ? കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഓൾഡ് സ്റ്റുഡന്റ് OSF ആണ്. ജാഥ തുടങ്ങാട്ടോ. ഏതാ നവാസ് തന്നെ? ഷാനവാസ് സാനിയുടെ അല്ല അല്ലണ്ട് കേട്ടോ. സാനി വെച്ച് ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് സെറ്റാക്കി തന്നെ. അവിടെ ആൾക്കാരെല്ലാം കയറി കേട്ടോ. കവറവിടെ സോയിലെ കവറില്ലാതെ കുട്ടിയായിട്ട് വന്നിട്ടാണ്. കറക്ക് ഫസ്റ്റ് സ്വീകരണം കണ്ടിട്ടുണ്ട്. സാറാട്ട മെയിന് والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله കാല് മാറിയില്ലേ? ആഗ്രഹങ്ങളേറെയുണ്ട് കുപ്പ ചരത്തിൽ الصلاة والسلام عليك رسول الله الصلاة والسلام عليك حبيب എന്തൊക്കെയോ പരിപാടികൾ, എന്തൊക്കെയോ ബാക്കുള്ള പരിപാടി. വണ്ടി 3 അടുപ്പിച്ചായി. الله
മെയിൻ എല്ലാ കാര്യങ്ങൾക്കും സാർ സമാധാനം. ആൻസർ തോറ്റിപ്പോരാ. ചക്ക ഔട്ടാണ്. ആ ലെവലിലൊരു ചൊറലി നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ അവിടെ എത്തിക്കൊണ്ടപ്പോൾ ഓടിക്കാം. ഒരു സെറ്റല്ലേ ഒരു ചെക്കന്മാർ ഒരാളവിടെ അതിന്റെ പാട്ടുണ്ടാവോ? രാത്രി ഉണ്ടാവില്ല. മനസ്സിന്റെ പാട്ട് രാത്രി ഉണ്ടാവും. അവന്മാര് ബാംഗ്ലൂർ തന്നെ അത് വാടന്റെ ഹൂക്കും. അസ്സലാമലൈക്കും. ആരത്? سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. ആദർശത്തിന്റെ പെരുവടികളിൽ കടലെറിയുന്ന വൈരികൾക്കെതിരെ ആത്മനിബന്ധതയുടെ അനിർവചനീയ സന്ദേശങ്ങൾ സംവേദനം ചെയ്ത സമൂഹത്തിന് സമർപ്പിച്ച മാനവരാശിയുടെ സമുദ്ധാരകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി വെങ്ങാട് പള്ളിപ്പടി മൽഹറുൽ ഉലൂം മദ്രസ വിദ്യാർത്ഥികളും മഹല്ല നിവാസികളും അണിയിച്ചൊരുക്കിയ നബിദിന സ്നേഹ സന്ദേശ റാലിയാണ് ഈ വഴിപ്പാറയിലൂടെ അർശകളകമണിയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക പ്രിയമുള്ളവരെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി വെങ്ങാട് പള്ളിപ്പടി മൽഹറുൽ ഉലൂം മദ്രസ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന നയന മനോഹരമായ ഇശൽ കലാവിരുന്ന് ഇന്ന് മഗ്രിബ് നമസ്കാരാനന്തരം വെങ്ങാട് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രൗഢമാകുമ്പോൾ ഒടുവിൽ പ്രവാചക പ്രേമികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അടുത്ത സ്വീകരണം വാപ്പിട്ടോ കേട്ടോ. വാപ്പിട്ടാണ് സ്വീകരണം കൊടുക്കുന്നത്. അത് അടുത്താള പോടും. തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി വെങ്ങാട് പള്ളിപ്പടി മൽഹറുൽ ഉലൂം മദ്രസ അണിയിച്ചൊരുക്കിയ നബിദിന സ്നേഹ സന്ദേശ റാലിയാണ് ഈ വഴിത്താരയിലൂടെ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്
അനിർവചനീയ സന്ദേശങ്ങൾ സംവേദനം ചെയ്ത സമൂഹത്തിന്റെ സമർപ്പിച്ച മാനവരാശിയുടെ സമുദ്ധാരകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം വെങ്ങാടുള്ള സ്വീകരണമാണ്. വെങ്ങാട് പള്ളിപ്പടി അൽഹറുൽ മദ്രസ വിദ്യാർത്ഥികൾ ചേറ്റുപാറയുടെ ദഫാട്ടോ പോണ്. അടിപൊളി അടിപൊളി കളികളൊക്കെ ഉണ്ട്. സമൂഹത്തിലെ ഉണർത്തുപോട്ടായി ഭയങ്കര മനോഹരമായ ഇഷൽ കലാവിരുന്ന് ഇന്ന് മകരവ് നമസ്കാരാനന്തരം വെങ്ങാട് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രൗഢമാവുകയാണ്. മുഴുവൻ പ്രവാചക പ്രേമികൾക്കും കൃത്യമായ സ്വാഗതം. ആള് കൂടുതലുണ്ട്. ആളൊരു 1000 ആൾക്കാരുണ്ടാവൂലേ? കിട്ടി അത് കിട്ടാൻ ബാക്കിണ്ടാവില്ല. പരിഹാരത്തിലെ ജനപുണ്യമദീനയിലെത്തുന്നതെന്നാണ് പരിഹാരം ചോദിക്കാറപ്പിന്റെ ദൂരം കാട്ടി കിടപ്പാണ് പരിഹാരത്തിലെ ചില പോവാറുണ്ട്. പോവാന് അല്ലോട്ടെ
അടുത്ത സ്വീകരണം. എന്തെങ്കിലും സ്വീകരണം നാട്ടിൽ വന്നതിലാണ് കുട്ടികളെ കവർ നിറഞ്ഞത് പോലെ മോൾക്ക് സന്തോഷം വന്നതിന് ഞങ്ങൾ കുളം കൊളംബോ ഷാറാട്ടോ കൊടുക്കാനായോ? ഇത് വേറെ 2-3 ടീമാട്ടോ. 2-3 ടീമാണ്. ഇത് ബിസ്ക്കറ്റാണ്. കേക്കാണ് നോക്കിയിട. ഇതാരോഗ്യാണ് അദ്വാക്കാൻ്റെ വാക്കിട്ടോ. അദ്വാക്കാൻ്റെ വാക്കിയാണ്. അദ്വാക്കാനൊക്കെ കേക്ക് ഉണ്ട്. അപ്പൊ ഇതെന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ തന്നെ സൂക്ഷിച്ച് ആൾക്കാർ കിട്ടും കേട്ടോ. ആകെ പോക്കറ്റില് ബാക്കിയൊക്കെ പോകറ്റിലാണ്. ആ മോനെ ഷാറേക്കോട്ടെ ഷാറേക്കടെ ഷാറേക്കടെ. മുജിബുണ്ട് കേട്ടോ. മുജിബുണ്ട് കേട്ടോ. ഇതുണ്ട് കേട്ടോ. അവിടെ ആരെ കുപ്പി പുറത്ത് വലിച്ചെറിയണ്? ഷഫീഖ് ഫുൾ ബ്രേക്കിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുജിമാഷ് കേട്ടോ. അത് സബ്സ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട, കണ്ടാ മതി. സബ്സ്ക്രൈബേഴ്സ് കഴിക്കണം. അടുത്ത സ്വീകരണം കേട്ടോ. മാഷ വീട്ടുന്നതാണ് അടുത്ത സ്വീകരണം. മാഷ വീട്ടുന്നത് 7 ലക്ഷം വീട്ടുന്ന അടിപൊളി സ്വീകരണം മാറുന്നുണ്ട് കേട്ടോ. ഒരു രാവിലെ വരെ പാക്ക് ചെയ്തിട്ടുള്ള എന്തൊരു ബേക്കറി ഐറ്റംസ് കൊണ്ടിട്ടുണ്ട് കേട്ടോ. അതേമാതിരി ഇതെന്താ സാധനം? അടിപൊളി പാക്കിലുണ്ടോ. ലക്ഷം വീട്ടുകാരെ പാക്കിങ് അടിപൊളി. ലക്ഷം വീട്ടുകാരെ അടിപൊളി അല്ലേ? ലക്ഷം വീട്ടുകാരെ ആൾക്കാർ അടിപൊളിയല്ല. എല്ലാ പ്രാവശ്യവും ഉഷാറാക്കലുണ്ട്. അപ്പൂരെ ലക്ഷം വീട്ടത്തെ മറ്റേ എല്ലാ വർഷവും അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്നതിന്റെ മെയിൻ ആള് നമ്മള് ഫാസിലാട്ടോ. അടച്ച് നമ്മളിപ്പോ ഇന്നലെ വരെ മഴ ഇന്ന് മഴ ഉണ്ടായില്ല. ഉണ്ടായിട്ടില്ല. ഒരു റാലി ഉഷാറായി പോകുന്നുണ്ട്. ഇതുവരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇത് വരുന്നത് അടുത്ത സ്വീകരണം വരുന്നത് ഇത് അടുത്ത ലക്ഷം വീടിന്റെ വക തന്നെ. 4 ലക്ഷം വീടിന്റെ വക കേട്ടോ. അതുപോലെ എല്ലാവരും അടിപൊളിയാക്കലുണ്ട് എല്ലാ വർഷവും. ഇതാരോ കേട്ടോ. നമ്മളെ ജാതിന്റെ വലിപ്പം കണ്ടു. അടുത്ത് നല്ല പടക്കാരുണ്ട് കേട്ടോ. അത്രക്കും ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പള്ളിപ്പടിയുടെ പ്രത്യേകത കേട്ടോ.
പായസം പായസം അവിടെ കാട്ടിക്ക കാട്ടിക്ക അത് മേടിക്കാണ് ബ്ലോക്ക് ഷെഫിക്ക് ഓക്കെ ധാരാളം കുഞ്ഞുമണി നിങ്ങളൊക്കെ കോഴിക്കട ആ നമ്മളെ കോഴി ഫാമിൻ്റെ ഒക്കെ കേട്ടോ